So hello, welcome back to my channel. This is our last day in Bengaluru. നമ്മൾ ഇന്ന് തിരിച്ചു പോകും. വിഷമമുണ്ടായിരുന്നു ചേട്ടാ നമ്മളിന്ന് പോണേല്? വിഷമമില്ല. എന്തായാലും നമ്മൾ അടുത്ത മാസം ഒന്നും കൂടെ വരുന്നുണ്ട്. ചെറിയ കുറച്ച് രണ്ട് പരിപാടികളുണ്ട് ഇവിടെ. അടുത്ത മാസം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പൊ അറിഞ്ഞു. ഒന്ന് രണ്ട് പരിപാടികളുണ്ട് ഇവിടെ അടുത്ത മാസം. എനിക്കറിയില്ല, ഞാനിപ്പോഴും അറിയുന്ന അടുത്ത മാസം വരാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അർജുനന്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ദി രാമേശ്വരം കഫേ. എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഒരുവിധം എല്ലാവർക്കും പരിചയമായിട്ടുള്ള രാമേശ്വരം കഫേയിലാണ് നമ്മളുള്ളത്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ബട്ട് ടൈം ഈസ് ഓൾമോസ്റ്റ് 12:20, 12:30 ആവാറായി സമയം. പക്ഷെ എന്നിട്ടും ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ ഇഡ്ലി, ദോശ, ഞാൻ കാണിച്ചാൽ എന്തൊക്കെയാണ് വെറൈറ്റി ഉള്ളത്. എല്ലാവർക്കും ബാംഗ്ലൂർ അല്ലെങ്കിൽ ഈ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ് രാമേശ്വരം കഫേ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ 5 or 6 ഔട്ട്ലെറ്റ്സ് ഇവർക്കുണ്ട്. ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ രാമേശ്വരം കഫേയുടെ ഇന്ദിരാനഗറിലെ ഔട്ട്ലെറ്റിലാണ്. ഇന്ദിരാനഗർ. പിന്നെ എനിക്ക് തോന്നുന്നു JP നഗറിലുണ്ട്, ബ്രൂഫീൽഡിലുണ്ട്, രാജാജി നഗറിലും. ഇത്രയാണെന്ന് തോന്നുന്നു. 4 ഔട്ട്ലെറ്റ്സ് മറ്റിവിടെ ബാംഗ്ലൂർ തന്നെയുണ്ട് രാമേശ്വരം കഫേക്ക്. സോ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ടാകുന്നുള്ള കാര്യമെല്ലാം നിങ്ങളെല്ലാവരും പല ചാനൽസിൽ നിന്നും അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് എനിക്ക് തോന്നുന്നു പൊടിദോശ, ബട്ടർ പൊടിദോശ, ഇഡ്ലി ഒക്കെ. അർജുനൻ പൊങ്കൽ ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, പൊങ്കൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോൾ ബാംഗ്ലൂർ വരുമ്പോഴും നമ്മൾ രാമേശ്വരം കഫേ വരും. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് അല്ലേ ഇഡ്ലി, ദോശ, അങ്ങനത്തെ ഐറ്റംസ്. പക്ഷെ പല മിക്സഡ് റിവ്യൂസ് ആണ് ഇതിൽ വരുന്നത്. ഓവർ റേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര എന്താ പറയുക, അങ്ങനെ ഒരു ഓവർ റേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതൊരു ബ്രാൻഡാണ് രാമേശ്വരം കഫേ എന്ന് പറയുന്നത്. പക്ഷേ റീസെൻ്റ്ലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അതായത് വേറെ ഒന്നുമല്ല, കുറച്ച് എന്താ പറയുക, എനിക്ക് തോന്നുന്നു തീ ആളിപ്പടിക്കോ അങ്ങനെ എന്തോ ഒക്കെ പരിപാടിയിലൂടെ നടന്നിട്ടുണ്ട്. ഇന്ദിരാനഗർ അല്ല, അതെനിക്ക് തോന്നുന്നു JP നഗറിലോ മറ്റെവിടെയാണെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല. ഈ പറഞ്ഞ ഓപ്പറേറ്റ് ആണെന്ന് പറയാനൊന്നും കഴിയില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, കാരണം പിന്നെ വേറൊരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾ കൊളസ്ട്രോളും കൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ, കാരണം അമ്മാതിരി നെയ്യും എണ്ണയെല്ലാം ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇവിടുത്തെ ഫുഡ് എന്തായാലും ഇഷ്ടമാവും. ഞാൻ രണ്ടുപേരും ആ ഒരു വൈബാണ്. പക്ഷേ ഇത് നമ്മുടെ ബ്രഞ്ച് ആണ് ഇന്നത്തെ, അല്ലേ, നമ്മുടെ ലഞ്ച് ടൈം ആണ്. ബട്ട് വി ആർ ഹാവിംഗ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നല്ല തിരക്കുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ തിരക്ക് ഇവിടെ രാമേശ്വരം കഫേയിൽ. നമ്മുടെ അവിടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈ സമയത്ത് ഇതുപോലൊരു കഫേയിൽ ഇത്ര നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടൊന്നും കേരളത്തിലില്ല. ഐ ഹോപ്പ് രാമേശ്വരം കഫേ എപ്പോഴെങ്കിലും കേരളത്തിൽ വരും എന്നുള്ളത്. ഞാൻ പറയായിരുന്നു എപ്പോഴെങ്കിലും രാമേശ്വരം കഫേ കേരളത്തിൽ വരും എന്നുള്ളത്. യെസ്, സോ ഇതാണ് ഔട്ട്ലെറ്റ്. സ്മോൾ ഔട്ട്ലെറ്റ് ആണ്, ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ മെനു ആയിട്ട് ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേയിലുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇപ്പം അർജുനന് വേണ്ടി ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടി ബട്ടർ ഇഡ്ലി അല്ലേ അർജുട്ടത്? ബട്ടർ ഇഡ്ലിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 തരം ചമ്മന്തി, മിൻറ്റ്, റെഡ് ചമ്മന്തി, പിന്നെ സാമ്പാറുണ്ട്. ഒരുപാട് ബട്ടറാണ് ഈ മുകളിൽ കാണുന്നത് മുഴുവൻ. പിന്നെ ഒരു ഹോർലിക്സ് മിൽക്ക് നമ്മൾ പറഞ്ഞു. സോ അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഓപ്പൺ ബട്ടർ മസാലയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പം നമ്മൾ ഇഡ്ലി, ദോശ രണ്ടും കൂടി ട്രൈ ചെയ്യാനാണ് നമ്മൾ അങ്ങനെ മാറ്റി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അർജുനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാത്തത്. ഇതാണ് എൻ്റെ ഓപ്പൺ ബട്ടർ മസാല ദോശ, അർജുൻ്റെ ബട്ടർ ഇഡ്ലി. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ ഒന്നും ഇല്ല. പുറത്ത് ഇതുപോലെ നമുക്ക് സ്റ്റാൻഡുകളുണ്ട്, അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമായിട്ട് എങ്ങനെയുണ്ട് ഫുഡ്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് കഴിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല, എപ്പോഴും ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ട്രൈ ചെയ്യുന്നതാണ് ഈ രാമേശ്വരം കഫേ. അതും എപ്പോഴും ഈ ഇന്ദിരാനഗറിലുള്ള രാമേശ്വരം കഫേ തന്നെയാണ് വരുന്നത്. എനിക്കത് ഇതിനെക്കാട്ട് വലിയ ഔട്ട്ലെറ്റ് വേറെ സ്ഥലത്തുണ്ട്, JP നഗറിലോ മറ്റോ വലിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ എനിക്ക് തോന്നുന്നു ഡൈനിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ രാമേശ്വരം കഫേയിൽ മാത്രമാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഡൈനിങ് ഇല്ല. പക്ഷേ നമ്മളിവിടെ നിന്ന് കഴിക്കണം. കാരണം ഈ രാമേശ്വരം കഫേയുടെ തൊട്ടപ്പുറത്ത് നാച്ചുറൽസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ്ക്രീംസ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കൂടി ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് രാമേശ്വരം കഫേ. അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ആ ഒരു സ്പേസിൽ നമ്മൾ കഴിക്കുന്നത്. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ രാമേശ്വരം കഫേന്ന് ഇതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളവർ, ട്രൈ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവണം. ബാംഗ്ലൂർ വന്നിട്ടുള്ള എല്ലാവരും. കഴിച്ചിട്ടില്ലാത്തവർ ബാംഗ്ലൂർ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം.
പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ട്രൈ ചെയ്ത് കാണും. ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, കാരണം ബട്ടർ ഗീ ഒക്കെ ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് മേ ബി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഒന്നും ഇഷ്ടപ്പെടാത്തവർ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. ഓക്കെ, കാരണം അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. ബട്ടർ ഗീ അത് വെച്ചാണ് കംപ്ലീറ്റ് കളയും. ഈ ഇഡ്ഡലിയൊക്കെ ഞാൻ കണ്ടതാണ്. ഇഡ്ഡലിയൊക്കെ ലാസ്റ്റ് അവരുടെ ഒരു എന്താ പറയുക ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. അതായത് ഇവിടെ ഈ കർണാടക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ അവർ നന്ദിനിയുടെ മിൽക്ക് പ്രോഡക്റ്റ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. നന്ദിനി എന്ന് പറയുന്നത് എനിക്കൊന്ന് കേരളത്തിലും കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട്, കേരളത്തിലും അവരുടെ മാർക്കറ്റ് അവർ കൊണ്ടുവരുന്നുണ്ട്. നന്ദിനിയാണ് ഇവിടെ മിക്കതും അവർ യൂസ് ചെയ്യാറുള്ളത്. നന്ദിനിയുടെ തന്നെ മിൽക്കും അതുപോലെ തന്നെ ഗീ ഓയിലെല്ലാം തന്നെ നന്ദിനിയുടെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൂത്രപ്പണിയൊക്കെ അവർ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പം അത്രയേ ഉള്ളൂ. നമ്മളിത് കഴിച്ചതിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് ബൈ. ഓക്കെ, സോ നമ്മൾ രാമേശ്വരം കഫേയിൽ നിന്ന് ഇപ്പോൾ സ്ട്രെയിറ്റ് വന്നിട്ടുള്ളത് ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സിലോട്ടാണ്. ഇതാണ് ഷോപ്പ്, ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സ്. ഇവിടെ നമ്മുടെ ആർജുവിൻ്റെ ഫ്രണ്ട് കിരൺ ചേട്ടൻ സജസ്റ്റ് ചെയ്തതാണ്. ഇവിടെ ഒരുപാട് ചീപ്പായിട്ട്, ഇപ്പോൾ ചിക്പേട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബാംഗ്ലൂർ. അതിനേക്കാളും കുറച്ചും കൂടിയും ചീപ്പായിട്ട് ഇവിടെ ഉണ്ടാവും, കളക്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കയറി നോക്കാം. കാരണം ചിക്പേട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, ഇവിടെ ഇതുവരെ വന്നില്ല. കമ്മനഹള്ളിയിലാണ് ഇതുള്ളത്, ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സ് കമ്മനഹള്ളി. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ട് കളക്ഷൻസ് എന്നുള്ളത് പറയാം. ഓക്കെ, ചലോ. സോ നമ്മൾ ശ്രീ വെങ്കടേശ്വര ഗാർമെന്റ്സിലാണ് ഉള്ളത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവിടെ കളക്ഷൻസ്. എല്ലാവർക്കും പറ്റിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കിഡ്സ് ടോപ്സ് എല്ലാം കുറച്ചുകൂടി ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് രീതിയിലാണ്. ലെറ്റ്സ് സീ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 4 ഫ്ലോർസ് ഉണ്ട്, 4 ഫ്ലോർ ഉണ്ട്. അതിലിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ ഗേൾസ് ബോയ്സ് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിനുള്ളതുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ്. ഞാൻ കുറച്ച് റേറ്റ് ഒക്കെ നോക്കി. മോഡേൺ ടൈപ്പ് ജീൻസിന് പറ്റിയ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഇറ്റ് ഇസ് ഇൻ കമ്മനഹള്ളി, ചിക്പേട്ട്, അതുപോലെ തന്നെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒക്കെ പോയി ഒരുപാട് സ്റ്റോർ, ഒരുപാട് ഷോപ്പാവും, കൺഫ്യൂസ്ഡ് ആവും, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇവിടെ പിന്നെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ്, റേറ്റ്സും നല്ല അഫോർഡബിൾ ആണ് കമ്പയർഡ് ടു ചിക്പേട്ട് ആൻഡ് കമേഴ്ഷ്യൽ സ്ട്രീറ്റ്. സോ നല്ലൊരു സ്പോട്ടാണ്, ട്രൈ ചെയ്യാം. ഞാൻ എന്താ വാങ്ങിക്കുന്നത് എന്നുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സിന് എന്തൊക്കെ എടുത്തതെന്ന് കാണിച്ചു തരാം. നമ്മൾ ആദിക്ക്, എൻ്റെ ബ്രദറിൻ്റെ കുട്ടി ആദിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ടീഷർട്ട്സ് എടുത്തു. പിന്നെ നമ്മൾ 2 മെൻസിൻ്റെ ടീഷർട്ട് എടുത്തു. അർജുൻ്റെ അനിയൻ സൂര്യക്ക് വേണ്ടിയിട്ട് ഇത് 1 2 3 ഇങ്ങനെ 3 എടുത്തു. ഇത്രയാണ് നമ്മൾ സൂര്യക്ക് വേണ്ടി എടുത്തത്. പിന്നെ അർജുൻ്റെ അനിയത്തി രുക്കുവിന് വേണ്ടിയിട്ട് 3 ടോപ്പ്, 1 2 3 3 ടോപ്പ് എടുത്തത്. ഇത്രയാണ് നമ്മൾ ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സിൽ നിന്ന് നമ്മൾ എടുത്തത്. അപ്പോൾ വേറെ ഒന്നും ഞാൻ എടുത്തില്ല, എനിക്കും അർജുനൊന്നും എടുത്തില്ല. കാരണം എനിക്ക് പറ്റുന്ന ടൈപ്പായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തത്. ഇത് ബില്ല് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഞങ്ങൾ പോവാം. അപ്പോൾ അതേ നമ്മൾ ബില്ലിംഗ് കൗണ്ടറിലെത്തി, ബില്ല് ചെയ്യാണ്. നമ്മൾ എടുത്തതെല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ ഷോട്ടിൽ കാണിച്ചു, അത്രയും തന്നെ നമ്മൾ ബില്ല് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ എടുത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു സൽവാർ നോക്കണമെന്ന് വെച്ച് ഞാൻ നോക്കി, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പൊന്നും ഇവിടെ ഇല്ല, റെഡിമെയ്ഡ്സ് ആണ് കൂടുതലും. ഇവിടെ വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്, കുറച്ച് അഫോർഡബിൾ ആയിട്ടൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സ് കമ്മനഹള്ളി. അപ്പോൾ വരുന്ന സമയത്ത് യു ക്യാൻ ട്രൈ ദിസ് ഷോപ്പ്. നല്ല കളക്ഷൻസ് ആണ്, ഒന്ന് തപ്പി നോക്കിയൊക്കെ എടുക്കണം, അതിന് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ്സ് കുറച്ച് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു നല്ല സ്വീറ്റ് ഷോപ്പ് കിരൺ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അർജുൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി സ്വീറ്റ്സും കൂടി വാങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സിൽ നിന്നുള്ള പർച്ചേസ് എല്ലാം കഴിഞ്ഞു. യെസ്, പർച്ചേസ് കഴിഞ്ഞു. നമ്മൾ സ്വീറ്റ്സ് വാങ്ങിക്കാൻ പോകുന്നു അല്ലേ? വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. അതായത് നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള, ഇപ്പോൾ മെയിൻലി ഇവിടെ ഉള്ളത് എനിക്കൊന്ന് UCBയുടെ ആണ്. UCBയുടെ ഒരുപാട് എന്താ പറയുക, കുറച്ച് ടോണായിട്ടുള്ള ചെറുതായിട്ടൊരു എന്താ പറയുക ത്രെഡോ അല്ലെങ്കിൽ നൂലൊക്കെ കുറച്ച് പൊങ്ങിയിരിക്കുന്നതെല്ലാം തന്നെ അവർ എന്താ പറയുക തിരിച്ച് ഫാക്ടറിയിൽ നിന്ന് അവർ കളക്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്.
റീറ്റെയിൽ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും. എല്ലാം ഒരു 200, 250 ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഏകദേശം വന്നേക്കുന്നത് 1800 ആണ്. ഏകദേശം എനിക്കൊന്ന് എത്ര വാങ്ങിച്ചാണ് നമ്മൾ 8 ഐറ്റംസ് വാങ്ങിച്ചത് തന്നെ 1800 ആ റേഞ്ചിൽ തന്നെ നിന്നു. വളരെ ചീപ്പാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ശ്രീ വെങ്കടേശ്വര ഗാർമെന്റ്സ് അറ്റ് കമ്മനഹള്ളി. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കാന്തി സ്വീറ്റ്സിലാണ് അറ്റ് കമ്മനഹള്ളി. നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഗാർമെന്റ്സിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാന്തി സ്വീറ്റ്സിന്റെ ഷോപ്പ്. ദ ഫേമസ് കാന്തി സ്വീറ്റ്സ്. ബാംഗ്ലൂർ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇവർക്ക് ഇന്ദിരാനഗറിലെല്ലാം ഔട്ട്ലെറ്റ്സ് ഉണ്ട്. കാന്തി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി സ്വീറ്റ്സ് ആണ്. നമ്മുടെ കിരൺ ചേട്ടൻ റെക്കമെൻഡ് ചെയ്താണ്. അപ്പം ഇവിടെ നിന്നായിരിക്കും നമ്മൾ കുറച്ച് സ്വീറ്റ്സ് നാട്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ അർജുനോട് എന്തോ ടേസ്റ്റ് ചെയ്യാനൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഏതാണ് വാങ്ങിക്കാനായിട്ട്? ഓക്കെ. അപ്പോൾ ഇവിടെ ഗീ ലഡു, ബട്ടർ ലഡു, പിന്നെ മെയ്ഡ് വിത്ത് കാഷ്യൂസ്, കാജു കട്ട്ലി, ബർഫി, പേട, അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. ലോട്ട്സ് ഓഫ് സ്വീറ്റ്സ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടും അർജുൻ്റെ വീട്ടിലോട്ടും കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കുന്നുണ്ട്. അർജുൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാധാമ്മൂമ്മയ്ക്ക് സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അർജുൻ്റെ അച്ഛനും സ്വീറ്റ്സൊക്കെ കഴിക്കും. എൻ്റെ ഡാഡിയും ഒക്കെ നന്നായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നവരാണ്. ഇഷ്ടമാണ് എല്ലാവർക്കും സ്വീറ്റ്സ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത ടൈപ്പ് നല്ല ഡെലീഷ്യസ് ബട്ടർ ഗീ അതിലൊക്കെ ഉള്ള സ്വീറ്റ്സ് ഇവിടെ കൂടുതൽ കിട്ടും. കേരളത്തിന് പുറത്തൊക്കെ, തമിഴ്നാടും കർണാടകയിലൊക്കെ. സോ ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ബോക്സ് വാങ്ങിക്കാന്നുള്ള പ്ലാനിലാണ്. കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ബോക്സിൽ കിട്ടും. അപ്പം നമ്മൾ ബോക്സ് നോക്കിയപ്പോൾ വലുതും ചെറുതായിട്ടുള്ള ബോക്സസ് ഉണ്ട്. ഇങ്ങനത്തെ സ്വീറ്റ്സ് ഒന്നും നമുക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല. അല്ലാതെ ചേട്ടാ, ഇങ്ങനത്തെ മോഡൽ സ്വീറ്റ്സ് ഒക്കെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. എനിക്കും അത്യാവശ്യം സ്വീറ്റ്സ് ഇഷ്ടമാണ്. മൈസൂർ പാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടെ സ്വീറ്റ്സ് പാക്ക് ചെയ്തിരുന്ന ബോക്സസ് ആണ് ഈ കാണുന്നത്. ബ്യൂട്ടിഫുൾ എലഗൻ്റ് ആയിട്ടുള്ള ബോക്സസ് ആണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള ബോക്സുകൾ. കാന്തി സ്വീറ്റ്സ്. काजू चोको रोल 1 piece. काजू कतली 6 piece. അപ്പോൾ നമ്മൾ സ്വീറ്റ്സ് വാങ്ങിയിട്ട് ഇവിടുന്ന് ബില്ല് ചെയ്ത് ഇറങ്ങാണ്. സോ മസ്റ്റ് വിസിറ്റ് ആണ്. ബാംഗ്ലൂർ വരുന്നവർ, സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർ. ഇപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ അനിയത്തിക്ക്, എൻ്റെ ബ്രദറിൻ്റെ വൈഫ് സ്വാതിക്കൊന്നും സ്വീറ്റ്സിനോട് വലിയ താല്പര്യമില്ല. താല്പര്യമില്ലാത്തവർക്കല്ല, ബട്ട് സ്വീറ്റ്സ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. യെസ്. Thank you. Welcome. Yes. Kanti Sweets.